ഒരു സഹോദരി, അവർ ഭർത്താവും മക്കളൊക്കെ ആയിട്ട് വിദേശത്താണ് താമസിക്കുന്നത്. പിന്നെ നാട്ടിൽ ഉമ്മയും അതുപോലെ തന്നെ സഹോദരിയും ഉണ്ട്. സഹോദരി വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീട്ടിൽ തന്നെയാണ് താമസം. പിന്നെ അവർക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സഹോദരി ഇവരെക്കുറിച്ച് മോശമായ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവാണ് ഇവർക്ക് വീടിന് വേണ്ടിയിട്ട് അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമ്പത്ത് ചിലവഴിച്ചത്. ഈ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട്, മകളുടെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മ എപ്പോഴും പരസ്പരം വളരെയധികം നല്ല ബന്ധം നിലനിർത്തുന്നു. പക്ഷേ എൻ്റെ കുടുംബവുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല, അവർ പലപ്പോഴും വീടുകളിൽ സന്ദർശിച്ചാൽ അവരോടൊരു വിമുഖത കാണിക്കുകയാണ്, ഒരു ഇഷ്ടമില്ലാത്ത രൂപത്തിലാണ് പെരുമാറുന്നത്. ഇനി അടുത്ത പ്രാവശ്യം ലീവിന് നാട്ടിലേക്ക് വരുമ്പോൾ വാടക വീട്ടിലേക്ക് താമസിച്ചാലോ എന്ന് വരെ ഞങ്ങൾ ആലോചിക്കുന്നു. മകളെ കാണുന്നതും മരുമകളെ കാണുന്ന രണ്ട് രൂപത്തിലാണ്. മകളുടെ കുടുംബത്തിനെ കാണുന്നതും മരുമകളുടെ കുടുംബത്തിനെ കാണുന്നതും വേറെ രൂപത്തിലാണ്. എന്താണ് അതിന് പറയുക? ഇവിടെ എന്താ അറിയും, ഇവിടെ സത്യത്തിലൊരു പ്രശ്നമില്ല. അതായത് ഇവർക്ക് ഭർത്താവിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പിന്നെ ഭർത്താവിന്റെ ഇപ്പം പെങ്ങന്മാരോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മയോ ആര് ദ്രോഹിക്കുന്നുണ്ടെങ്കിലും ഭർത്താവ് അത് മനസ്സിലാക്കി സമ്പൂർണ്ണമായ പിന്തുണ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവരതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അയാൾ ഉണ്ടാക്കുന്ന പരിഹാരം ഉണ്ടാക്കിക്കോട്ടെ, അതിന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. വേറൊരു പ്രശ്നവും അതിലില്ല. പിന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഭർത്താവിന്റെ മാതാവ് പങ്കെടുക്കുന്നു ഒരു നല്ല പെരുമാറ്റത്തെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഭർത്താവ് എന്ത് ചെയ്യാം, ഒരു നല്ല രൂപത്തിൽ അവരോട് പെരുമാറാനും ആ ബന്ധങ്ങൾ നിലനിർത്തുവാനും എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ പറ്റുന്നൊരു കാര്യം. അതല്ലാതെ വെറുതെ ഇവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവർ പറയുന്ന ചില പോകുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ ഉമ്മനോട് അറിയിച്ചിട്ടാണ് വിദേശത്തേക്ക് പോയിട്ടുള്ളത്. പക്ഷെ വിദേശത്ത് എത്തിയിട്ട് ഇവരായിട്ട് ഫോൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്നും പേടിയാണ്. എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല, അവരായിട്ട് ബന്ധം പുലർത്തണമെന്നും വിളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പേടിയാണ് അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത്. നാട്ടിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് വിളിക്കുമ്പോൾ ഈ ഞങ്ങൾക്ക് വിളിക്കണ്ട, ഞങ്ങളോട് സംസാരിക്കും വേണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു. അതെ, പിന്നീട് ആ കാരണം വെച്ച് വിളിക്കാതെക്കാലോ. ഒരു വിളിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇവരവിടെ പോയിട്ട് ഭാര്യ ഭർത്താവ് ഒന്നും ജീവിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഭർത്താവ് എന്തായാലും അവിടെ ജോലിയായിട്ട് നിൽക്കുകയാണ്. ജോലിയായിട്ട് നിൽക്കുമ്പോൾ അയാളെ ഭാര്യ അവിടെ തന്നെ താമസിക്കണം, അതിനൊരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഇനി ഉമ്മനെ നോക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഭർത്താവ് ഇങ്ങോട്ട് വരിക, അപ്പൊ കൂടെ വന്ന് നോക്കുക, അത്രേ ആവശ്യമുള്ളൂ. അതും പറയേണ്ട സഹോദരി, ഭർത്താവാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെലവഴിക്കുന്നത്. അത് അപ്പോഴും അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ വിഷയം.